ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മത്സരത്തിൽ പങ്കെടുക്കാൻ 3 ടീം എത്തിയിരിക്കുന്നു. ഇനി എത്താനുള്ളത് സത്യഭാമയാണ്. ഭാമയും കൂട്ടരും അവിടെ മുന്നേ എത്തിക്കാണമെന്നായിരുന്നു വിഷ്ണുവും ശാലിനിയും വിശ്വസിച്ചു വെച്ചിരുന്നത്. എന്നാൽ അവരെവിടെ എത്തിയപ്പോഴത്തേക്കും സത്യഭാമയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ടെൻഷനോടെ വിഷ്ണു ഭാമയെ വിളിക്കുകയാണ്. ഈ സമയം ആങ്കർ സത്യഭാമയെ വരാൻ വേണ്ടിയിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും 2 വട്ടം വിളിച്ചപ്പോഴും അവിടെ ഭാമ എത്തിയിട്ടില്ല. ഈ സമയം ചന്ദ്രബോസ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശാരദാമ്മയെ രക്ഷിക്കാൻ വിഷ്ണു വന്നു, പക്ഷേ ഇവരെ രക്ഷിക്കാൻ ആര് വരുമെന്നൊന്ന് കാണണമല്ലോ. ആരും സഹായിക്കാനും വന്ന് കാണില്ല. അവിടെ എവിടെയെങ്കിലുമൊക്കെ വീണ് കിടപ്പുണ്ടായിരിക്കും. വിഷ്ണു പുറത്തേക്ക് പോയി ഭാമയെ വിളിച്ചു നോക്കുന്നു. ഈ സമയം ഭാമയുടെ വണ്ടി അവിടെ എത്തുകയും ചെയ്തു. ഭാമയെ അവിടെ കണ്ടപ്പോഴാണ് വിഷ്ണുവിന് സമാധാനമായത്. അമ്മ എന്താ ഇത്ര വൈകിയതെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടെ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടു പോവരുത്. നിനക്ക് ഞങ്ങളെ രക്ഷിക്കാനോ ഞങ്ങളുടെ കാര്യം നോക്കാനോ സമയമില്ലല്ലോ. നിനക്ക് എന്നും എപ്പോഴും അവളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. സ്വന്തം അച്ഛനെ മറന്നിട്ടാണ് നീ അവളുടെ പിന്നാലെ പോയത്. എന്നിട്ടിപ്പോ എന്താ വൈകിയത് എന്നല്ലേ? എന്താ ഉണ്ടായതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട്, എടാ, കുറെ ഗുണ്ടകൾ നമ്മുടെ വഴി മുടക്കാൻ ശ്രമിച്ചു. അച്ഛയുടെ കുടുംബം രക്ഷിക്കാൻ പോയവൻ അതൊന്നും അറിഞ്ഞില്ലല്ലോ. ഒടുവിൽ ഒരു പരിചയമില്ലാത്ത ഇവനാണ് ഞങ്ങളുടെ രക്ഷകനായത്. അമ്മ, ഞാനിത് അറിഞ്ഞില്ലെന്ന് വിഷ്ണു പറയുമ്പോൾ നീ ഒന്നും എന്നോട് പറയണ്ട. അന്യ ആൾക്കാർ കാണിക്കുന്ന സഹായം പോലും സ്വന്തം മക്കളിൽ നിന്നും കിട്ടുന്നില്ല എന്ന് ഓർക്കുമ്പോ പിന്നെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു മകൻ? ഈ മത്സരം കഴിയുന്നത് വരെ എന്റെ കൺമുന്നിൽ വന്നു പോവരുത്. വന്ന ഒരു പക്ഷേ ഈ മത്സരം എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നിന്റെ അച്ഛനു വേണ്ടി എനിക്കിത് ചെയ്യേണ്ട അവസ്ഥ വന്നു പോയില്ലെങ്കിൽ സത്യഭാമ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയനെ എന്ന് ഭാമ പറയുന്നു. ഈ സമയം നൂറ് ഭാമയോട് പറയുന്നുണ്ട്, സത്യാമ്മയെ, മത്സരം തുടങ്ങാൻ സമയമായി, നമുക്ക് അകത്തേക്ക് പോവാം. ദേ, എന്റെ കൺമുന്നിൽ നീ വന്നു പോകരുത് എന്ന് ഒന്നുകൂടി വിഷ്ണുവിനോട് താക്കീത് കൊടുത്തിട്ടാണ് ഭാമ അകത്തേക്ക് പോകുന്നത്. സങ്കടത്തോടെ വിഷ്ണു നിൽക്കുന്നു. എന്നിട്ട് വിഷ്ണു അനൂപിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. വിഷമത്തോടെ അനൂപും വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ സത്യഭാമയും കൂട്ടരും അവിടേക്ക് വന്നു. ശ്യാമ പറയുന്നു, ദേ സത്യഭാമ എത്തിയെന്ന്. എല്ലാവരും അവരെ നോക്കുന്നുണ്ട്. ഇപ്പോഴാണ് ശാലിനിക്കും സമാധാനമായത്. എന്നാൽ സത്യഭാമയും കൂടി കണ്ടപ്പോൾ ടെൻഷനോടെ ഇരിക്കുകയാണ് സുസ്മിതയും ചന്ദ്രബോസും. അങ്ങനെ കമ്പനി ചെയർമാൻ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നുണ്ട്. ഈ മത്സരത്തിന് 2 റൗണ്ടുകളാണുള്ളത്. ആദ്യത്തെ റൗണ്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ്. അത് മത്സരാർത്ഥികൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ റൗണ്ട് കേരള ട്രഡീഷണൽ റൗണ്ടാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാമെന്നും പറയുന്നുണ്ട്. വിധികർത്താവായ രേഖാ മേഡം ഓരോ മത്സരത്തിനും മാർക്കിടും. 10ൽ 5 മാർക്കിന് മുകളിൽ മാർക്കുള്ളവർക്കായിരിക്കും 2ാം റൗണ്ടിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് മുന്നിലുള്ള ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയം മത്സരത്തിലുള്ളതായിരിക്കും. പിന്നെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് രേഖാ മേഡത്തിനെ ക്ഷണിക്കുകയാണ്. അങ്ങനെ രേഖ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. മാനേജറും കുറുപ്പ് സാറും രേഖയും എല്ലാവരും തിരികൊളുത്തി. ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഇനി മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരും എടുക്കാൻ തുടങ്ങുമ്പോൾ ശാലിനി ഒന്ന് തട്ടിയിട്ട് സുസ്മിത പറയുന്നുണ്ട്, ഇത് നിന്റെ കളക്ടർ ഓഫീസല്ല ഇങ്ങനെ അധികാരം കാണിക്കാൻ. നിന്റെയൊക്കെ നിലവാരം വെച്ച് കളക്ടർ നിന്റെ കൂടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നത് തന്നെ നിന്റെ ഭാഗ്യമായി കരുതിയാൽ മതി. ഈ മുൻജന്മ സുഹൃത്തം. ഇത് കേട്ട് സുസ്മിത പറയുന്നു, നീ ഇവിടെ മത്സരിച്ചോ, പക്ഷെ ജയിക്കുന്നത് ഈ സുസ്മിതയായിരിക്കും. നിന്നെ ഈ തകർക്കുന്നത് നിന്റെ അതിരുവിട്ട ആത്മവിശ്വാസമാണ്. അത് എന്ന് അവസാനിക്കുന്നുവോ അന്ന് നീ രക്ഷപ്പെടുമെന്നും ശാലിനി. സുസ്മിത വീഴാൻ തുടങ്ങുമ്പോൾ ജഗദീപ് അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് പാളിയല്ലേ, ഞാൻ കണ്ടു, വിടറ എന്ന ദേഷ്യത്തോടെ. ഇവിടെ വേണ്ടത് ബുദ്ധിയാണ്. ശക്തിക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ, അത് മനസ്സിലാക്കുന്ന ജഗദീപ്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് സുസ്മിത സാധനങ്ങൾ എടുക്കുന്നു. നിന്റെ കുഞ്ഞേച്ചിക്ക് അല്പം എള്ളുമൂപ്പുണ്ട്, പക്ഷെ അത് എന്റെ അടുത്ത് എടുക്കരുതെന്ന് പറഞ്ഞേക്കേ. സുസ്മിതയെ ശരിക്കും അവൾക്കറിയില്ല എന്ന് ശ്യാമയോട് പറയുകയാണ് സുസ്മിത. ഇത് കേട്ട് ശ്യാമ പറയുന്നു, നന്നായിട്ടറിയാം. ഇതുകൊണ്ടാ നിന്റെ ഒരടവും എന്റെ കുഞ്ഞേച്ചിയുടെ അടുത്ത് ഫലിക്കാത്തത്. നിന്റെ നാവാട്ടം നിർത്തിക്കോ, നിന്റെ കൊച്ച് എന്റെ കൈവെള്ളയിലാണെന്നുള്ള കാര്യം നീ മറക്കണ്ട എന്ന് സുസ്മിത ശ്യാമയോട് പറയുന്നു. എല്ലാവരും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവരെ പാചകം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു. എല്ലാവരും വളരെ ധൃതിയോടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓരോ ടേബിളിലും 2 പേരാണ് നിൽക്കുന്നത്. ശാരദാമ്മയോടൊപ്പം ശാലിനിയും സുസ്മിതയോടൊപ്പം ശ്യാമയും പിന്നെ സത്യഭാമയോടൊപ്പം ശാന്തയുമാണ് വന്നിരിക്കുന്നത്. പിന്നെ മല്ലിക എന്ന് പറയുന്നവരോടൊപ്പം മറ്റൊരു സ്ത്രീയും. പിന്നീട് രാഘവനെ കാണിക്കുന്നു. പിള്ളച്ചേട്ടനും രാഘവനും സംസാരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ആ മത്സരത്തിൽ സത്യാമ്മയെ ജയിക്കൂ എന്ന് പിള്ളച്ചേട്ടൻ. ഇത് കേട്ട് രാഘവൻ പറയുന്നു, അത് തനിക്ക് എങ്ങനെയാ ഉറപ്പ് പറയാൻ കഴിയുന്നത്? എതിർവശം നിൽക്കുന്നത് ശാരദാമ്മയാണ്.
ഓർമ്മ വെച്ച കാലം മുതൽ അടുക്കളയിലും ചായക്കടയിലും വ്യത്യസ്ത തരം പലഹാരങ്ങൾ മറ്റു സാധനങ്ങളും ഉണ്ടാക്കി തഴക്കവും പഴക്കവും വന്ന ആളാണ്. അങ്ങനെ എളുപ്പത്തിൽ ശാരദാമ്മയെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇത് കേട്ട് പിള്ളച്ചേട്ടൻ പറയുന്നു, ശരിക്കും ശാരദാമ്മയുടെ എല്ലാ കഴിവുകൾക്കും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ശാന്തയല്ലായിരുന്നോ? ശാരദാമ്മയുടെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന ആള്. അതുകൊണ്ടാണ് ശാന്തയെ ഞാൻ രണ്ടാമത് പോയി വിളിച്ചുകൊണ്ട് വന്നത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ജയിക്കുന്നത് നമ്മളായിരിക്കും. എന്നാലും അവിടുത്തെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല. താൻ ആരെയാണെന്ന് വെച്ചാൽ വിളിച്ചു ചോദിക്കും. സത്യാമ്മയും ശാന്തയും വിളിച്ചു ചോദിക്കാൻ കഴിയില്ല. പിന്നെ ഉള്ളത് പൊന്നിയും നൂറുമാണ്. നമുക്ക് അവരെ ആരെങ്കിലും വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ പിള്ളച്ചേട്ടൻ പറയുന്നു. ഇടയ്ക്ക് സത്യഭാമ ശാലിനിയും ശാരദാമ്മയും നോക്കുന്നുണ്ട്. ഇതിനിടയിൽ സുസ്മിത യൂട്യൂബ് നോക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. ഇത് കണ്ട് ശ്യാമ പറയുന്നു, സുസ്മിത ഇത് മോശമാണ്. ഒരു മോശമില്ല, ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് സുസ്മിത. അങ്ങനെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിസിൽ ഊതുകയാണ് അവർ. ഏതാണ്ട് ആദ്യ റൗണ്ട് മത്സരം അവസാനിക്കാറായി എന്നതിന്റെ വിസിലാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടതെന്ന് പറയുന്നു. ഇനി 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അടുത്ത വിസിൽ ശബ്ദം കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഈ മത്സരം അവസാനിക്കും. ഇവിടെ ആദ്യ റൗണ്ടിൽ കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ 2ാം റൗണ്ടിൽ ആൾക്കാർ പോകത്തുള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 1ാം റൗണ്ട് മത്സരം കഴിഞ്ഞിരിക്കുന്നു. ഇനി മാർക്കിടുന്ന ചടങ്ങാണ്. അതിനായി രേഖ മേഡത്തെ ക്ഷണിക്കുകയാണ്. ഞാൻ ഓരോരുത്തരുടെയും അരികിലേക്ക് വരും. അവരവർ ഉണ്ടാക്കിയത് എന്താണെന്ന് നിങ്ങൾ പറയണം. നിങ്ങളുടെ സ്വന്തം പേരും പറയണമെന്ന് രേഖ പറയുന്നുണ്ട്. മല്ലയുടെ മുന്നിലേക്ക് ആദ്യം വരുന്നു. രണ്ടാമത് സുസ്മിത ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശേഷം ഭാമയുടെ അരികിൽ സത്യഭാമ പാലപ്പനീറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശേഷം ശാരദാമ്മയുടെ അരികിലേക്ക് വന്നു. പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിക്കാൻ തുടങ്ങുമ്പോൾ ശാലിനിയെ കാണുന്നു. ഇത് മകളാണ് ശാലിനി എന്ന് പറയുന്നു. ശാലിനി വിഷ്ണു എന്ന് രേഖ ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.